CPIയുടെ പല മണ്ഡലങ്ങളിലും വ്യക്തമായ ഒരു സ്വാധീനം ചെലുത്താൻ BJP കഴിഞ്ഞിട്ടില്ല. UDFിന്റെ വോട്ടുകളിൽ പലതും ഈ അടൂർ പ്രകാശനെ SIT പ്രതിയാക്കുമെങ്കിൽ അത് UDFിനെ വളരെ അധികം ബാധിക്കും. സ്വർണം കേട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞ ആ മുദ്രാവാക്യം ഇതിൽ LDF CPM-കാർ തിരിച്ചു ഉപയോഗിക്കും. ചരിത്രവും പുരാണവും പ്രകൃതിയും കൈകോർത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ചടയമംഗലം. ABC മലയാളം ഇന്ന് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് യാത്രയുമായി എത്തി നിൽക്കുന്നത് ചടയമംഗലത്താണ്. കണക്കുകളും വസ്തുതകളും 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകളും വസ്തുതകളും വിശദമായി തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ നിരത്തും. മാത്രമല്ല 2019-2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിൽ വിവിധ മുന്നണികൾക്ക് ലഭിച്ച വോട്ട് ശതമാനം ഉൾപ്പെടെയുള്ളവ, മാത്രമല്ല വീണ്ടും ലോക്കൽ ബോഡി ഇലക്ഷൻസ്, അതിൻ്റെ കണക്കുകളും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ നിരത്തും. പ്രവചനത്തിലുള്ള ഊഴം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഞങ്ങൾ അവസരമൊരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ലിങ്കിൽ, കമൻറ്റ് ബോക്സിൽ ആദ്യം കാണുന്ന ലിങ്കിൽ കയറി നിങ്ങൾക്ക് പ്രവചനം നടത്താനുള്ള അവസരമുണ്ട്. എത്രയും വേഗം അതിലേക്ക് ഒരുങ്ങുക. ചടയമംഗലം വളരെ ലോകത്തെ ഏറ്റവും വലിയ പക്ഷി ജടായു അല്ലേ? ജടായു മംഗലം എന്നാണ് അറിയപ്പെട്ടത്. രാമായണത്തിലാണ് ചടയമംഗലം പിന്നീട് ജടായുമംഗലം ആയത്. അപ്പം രാമായണത്തിലെ ജടായു പക്ഷിയുണ്ടല്ലോ, കാര്യങ്ങൾ രാമന് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന അതൊക്കെ, അത് പുരാണം പറയാനാണ് ഒരുപാടുണ്ട്. അപ്പോൾ ആ ജടായുമംഗലമാണ് പിന്നീട് ചടയമംഗലമായി മാറുന്നത്. ഇപ്പൊ നമ്മൾ ആ ചടയമംഗലം വഴി യാത്ര ചെയ്യുമ്പോൾ ഏവരും അത് കണ്ടിരിക്കും. ഇപ്പോൾ അതൊരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അങ്ങ് മാറ്റിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയൊരു പക്ഷിശില്പവും 15,000 ചതുരശ്ര അടിയിലാണത് തീർത്തിരിക്കുന്നത്. വലിയ ടൂറിസ്റ്റ് പ്രവാഹം തന്നെ രാജീവ് അഞ്ചലിന്റെ ആണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം കൊല്ലം ജില്ലയിലാണ്, കൊട്ടാരക്കരയ്ക്ക് സമീപമാണ് ഈ ചടയമംഗലം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ തെക്കൻ ഭാഗമാണ്. ചടയമംഗലം, ചിതറ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, കുമ്പിൾ, നിലമേൽ, വെളിനെല്ലൂർ, അലയമൺ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് ചടയമംഗലം. ഒരു മന്ത്രി മണ്ഡലം കൂടിയാണ് ചടയമംഗലം. മന്ത്രി മാത്രമല്ല ഇത് ചിഞ്ചുറാണി. അതെ, CPIയുടെ ഒരു കോട്ടയാണ്. അപ്പോൾ CPIക്കാര് 1957 മുതൽ ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. 1957-60 കാലഘട്ടത്തിൽ CPIയുടെ കരുത്തനായ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന വെളിയം ഭാർഗവൻ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. 57 മുതൽ ഏതാണ്ട് കുറെ അധികം കാലം കരുത്തന്മാരാണ് അവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കരുത്തന്മാരുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ അതിൽ രസം വെച്ചാൽ ഒരു തവണ കരുത്തനായിരുന്നെങ്കിലും വെളിയം ഭാർഗവൻ 122 വോട്ടിനാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ ഒരു കഥയുണ്ട്. ജയിച്ചത് വെറും 122 വോട്ടിനാണ്. രണ്ടാം തവണ അദ്ദേഹം 1957 പിന്നെ കുറച്ചുകൂടെ ഭൂരിപക്ഷമുണ്ട്, 10,000 ചില്ലാനം ഭൂരിപക്ഷമുണ്ട്. പക്ഷെ രണ്ടാമത്തെ തവണ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 122. പൊതുജനങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യനായിരുന്ന ഒരു നേതാവ് ആയിരുന്നു. പിന്നെ രണ്ടാമത് പിന്നെ അദ്ദേഹം 2 വർഷം അങ്ങനെ കഴിഞ്ഞിട്ട് 65-ലും 67-ലും D. ദാമോദരൻ പോറ്റി, അദ്ദേഹം ഈ PSPയുടെ SSPയിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം 2 പ്രാവശ്യം അവിടെ നിന്ന് 65-ലും 67-ലും വിജയിച്ചിട്ടുണ്ട്. അതിൽ ഒരു തവണ ഈ പോറ്റിക്ക് കിട്ടിയത് 22 വോട്ടാണ് ഭൂരിപക്ഷം. രണ്ടാമത്തെ തവണ പിന്നെ 11,000-ലാണ് കിട്ടി. ആദ്യത്തെ തവണ 22 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. ജനങ്ങൾ പിന്നെ റിസ്ക് എടുത്തില്ല. അതെ. 1970-ലാണ് M.M. ഗോവിന്ദൻ നായർ അവിടെ വരുന്നത്. M.M. ഗോവിന്ദൻ നായർ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അവിടെ ജയിച്ചു. അതിനുശേഷം വന്നയാളാണ് E. ചന്ദ്രശേഖരൻ നായർ, നമ്മുടെ പഴയ ഭക്ഷ്യവകുപ്പ് മന്ത്രി, മാവേലി സ്റ്റോറിന്റെ ആള്, ടൂറിസത്തിന്റെ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ജടായുപ്പാറയിൽ ഈ പ്രോജക്ട് അദ്ദേഹം സാങ്ഷൻ ചെയ്ത് നടപ്പിലാക്കിയത്. ഈ M.M. ഗോവിന്ദൻ നായർ മിക്ക മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടുണ്ട്, മാറി പലയിടത്തും മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ 77-80 E. ചന്ദ്രശേഖരൻ നായർ അവിടെ നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് CPIക്ക് തന്നെയാണ് കിട്ടിയത്. KN മോഹനചന്ദ്രൻ, അദ്ദേഹം 82-ലും 87-ലും അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കും 2 തവണ. ഇവിടെ എല്ലാ പിന്നെ അവർക്കൊക്കെ വൻ വിജയങ്ങൾ അങ്ങനെ നേടിക്കൊടുത്ത സ്ഥലമാണ്. ഈ രാജേന്ദ്രൻ അത് ഒരു പ്രാവശ്യം ജയിച്ചുള്ളൂ 91-ല്. ഇതെല്ലാം CPIക്കാരാണ്. ലതാദേവി, പിന്നെ ലതാദേവി മത്സരിച്ചു, അവരും പിന്നെ ഒരു പ്രാവശ്യം 96-ൽ ജയിച്ചു. പിന്നെ 2001-ൽ നമ്മുടെ ഇപ്പോഴത്തെ വിവാദ പുരുഷനായിരിക്കുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം അയ്യപ്പ
ഭക്തനാണ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ പല ആരോപണങ്ങളൊക്കെ ഇടയ്ക്ക് അയാൾ പറഞ്ഞെങ്കിലും പിന്നെ അദ്ദേഹം വളരെ ക്ലീൻ ആണെന്നുള്ളതാണ് എല്ലാവരും. ജീവിച്ചിരിക്കുന്നില്ല, ആരും വലിയ വിമർശനത്തിലേക്ക് പിന്നെ കൂടുതൽ വിമർശനത്തിലേക്ക് പോയിട്ടില്ല. അങ്ങനെയുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ അസംബ്ലിയിൽ ഒരിക്കൽ വന്നത് 2001 ഇവിടെ നിന്നാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. അതാണ് ഒരു പ്രാവശ്യം ഈ ചടയമംഗലം വിട്ടുകൊടുത്ത CPI നിന്നും വിട്ടുകൊടുത്ത ഒരു സ്ഥലം. പ്രയാറിനോട് മാത്രമാണ് ഒരു തവണ പ്രയാറിന് കുറച്ച് വ്യക്തിബന്ധങ്ങളും ഒക്കെ, വളരെ വലിയ വ്യക്തിബന്ധങ്ങൾ കൊല്ലത്ത് മൊത്തത്തിലുണ്ട്, തിരുവിതാംകൂറിൽ പൊതുവേ ഉണ്ട്. സാധാരണ കോൺഗ്രസ്സുകാരെ പോലെ. പിന്നെ ഒരു നല്ല മനുഷ്യസ്നേഹിയും നല്ല പെരുമാറ്റക്കാരനും ഒക്കെ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് 2001 അങ്ങനെ ഒരു ഇത് കിട്ടി. 2006, 2011, 2016 3 തവണ നമ്മുടെ മുല്ലക്കര രത്നാകരൻ അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പൊ പക്ഷേ പിന്നെ കൂടുതൽ എഴുത്തു നോക്കിയാണ് കേട്ടോ. മഹാഭാരതത്തിലൂടെ കാഥികനാണല്ലോ അങ്ങനെ. പിന്നെ മഹാഭാരതത്തിലെ ചില കഥാപാത്രങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം മഹാഭാരതത്തിലും രാമായണത്തിലെയും പുസ്തകം എഴുതി ഇപ്പൊ പ്രഭാഷണവും നടത്തുന്നു. മികച്ച പ്രഭാഷകനാണ്. വളരെ പിന്നെ ചിന്തോദ്ദീപകമായി ഈ പുരാണങ്ങളിൽ കൂടി പോലും കടന്നുപോയി സംസാരിച്ച ആൾക്കാരാണ്. വളരെ. അപ്പൊ നമുക്കിനി 2016 2021 കണക്കുകളും അതില് 2016 മുല്ലക്കര രത്നാകരനായിരുന്നു മത്സരിച്ചത്. CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വിജയിച്ചു. 71,267 വോട്ടാണ് കിട്ടിയത്. 49.1% വോട്ട്. അദ്ദേഹത്തിന്റെ എതിരാളി MM ഹസനായിരുന്നു. MM ഹസൻ അവിടെ അദ്ദേഹത്തോട് പരാജയപ്പെട്ടു. 49,334 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. BJPയുടെ ഒരു K സദാശിവൻ അവിടെ മത്സരിച്ചിരുന്നു. അദ്ദേഹം 19,259 വോട്ടും നേടി. അതാണ് 2016 ചിത്രം. 2021 ഇവിടെ നിന്ന് ജയിച്ചത് ഇപ്പോഴത്തെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ചിഞ്ചുറാണിയാണ്. പഴയ സ്പോർട്സ് താരമൊക്കെ ആയിരുന്ന ചിഞ്ചുറാണി അവിടെ നിന്ന് 67,252 വോട്ടിനാണ് ജയിച്ചത്. നല്ല ഭൂരിപക്ഷം ആ വോട്ട് നേടിയാണ് ജയിച്ചത്. അത്രയും വോട്ടാണ് അവിടുന്ന് നേടിയത്. 45.69% ആയിരുന്നു. 53,574 വോട്ടാണ് നസീർ എന്ന് പറയുന്ന MM നസീർ എന്ന് പറഞ്ഞ ആളിന് കിട്ടിയത്. അതും കോൺഗ്രസിന്റെ ആളായിരുന്നു. അപ്പൊ അങ്ങനെ ചിഞ്ചുറാണി അവിടെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് സാർ ഇതിനകത്ത് നോക്കുമ്പോൾ ഏതാണ്ട് ഒരേ രീതിയിൽ പോളിംഗ് പെർസെൻറ്റേജ് ഉള്ള ഒരു സ്ഥലമാണ് ചടയമംഗലം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 73 തന്നെയായിരുന്നു 2 തവണയും. വലിയ വ്യത്യാസങ്ങൾ 73.8 ഉണ്ടായിരുന്നപ്പോൾ 73% ലേശം വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച കൊടുക്കുകയാണ് ശരി. നല്ലവണ്ണം പക്ഷെ മുല്ലക്കരയ്ക്ക് ഉണ്ടായിരുന്ന മണ്ഡലവുമായിട്ടുണ്ടായിരുന്ന ഒരു അടുപ്പവും സാധാരണ ജനങ്ങളോടുള്ള അടുപ്പം വെച്ചിട്ടായിരിക്കും ആ ഒരു ഭൂരിപക്ഷത്തിലേക്ക് വന്നില്ല. എങ്കിൽ പോലും 10,000-ലധികം വോട്ടുകൾ നേടാനായിട്ട് കിട്ടി. പിന്നെ കോൺഗ്രസ് സ്വാഭാവികമായിട്ടും വളരെ പിന്നാക്കത്തിലാണിത്. പക്ഷേ കൂട്ടത്തിൽ തന്നെ BJPക്ക് വലിയ തോതിൽ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറയുന്നത് പലയിടങ്ങളിലും CPIയുടെ പല മണ്ഡലങ്ങളിലും വ്യക്തമായ ഒരു സ്വാധീനം ചെലുത്താൻ BJPക്ക് പലപ്പോഴും എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല, അതിന് കഴിഞ്ഞിട്ടില്ല. ഈ മണ്ഡലത്തിലും ചില വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ ജാതിമത ഒരു കണക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് വോട്ട് പിന്നെ BJPക്ക് പിടിക്കാൻ സാധ്യതയുള്ള ഒരിടമാണ് ചടയമംഗലം എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. ആ ഗുണങ്ങളും കൂടി കിട്ടിയിട്ടാണ് ചടയമംഗലത്ത് പ്രയാർ അന്ന് അവിടെ ജയിച്ചു വന്നത്. അത് പിന്നീട് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പലപ്പോഴും BJPക്കും അറിയാത്തൊരു സാഹചര്യമാണെന്ന് നമുക്ക് ഈ വോട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, ഇപ്പോഴും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ 2025 നടന്ന തെരഞ്ഞെടുപ്പിൽ ചിത്രം കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്കിലും LDFനാണ് ലീഡ്. 64,046 വോട്ട് LDFന്, 59,603 വോട്ട് UDFന്, 22,240 വോട്ട് BJP. ഇപ്പൊ 22,000 ചില്ലുവാൻ വോട്ട് BJPക്ക് പിടിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ഇപ്പോൾ. അത് ചില്ലറ കാര്യമല്ല. അപ്പൊ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഇടമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് കുറച്ചുകൂടിയൊക്കെ അവർക്കത് ഇത് പ്രയോഗിക്കാൻ, അത് ഒരുപക്ഷെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള സീറ്റ് പിടിച്ചെടുത്ത് എവിടെങ്കിലും ഒരു 5 സീറ്റോ 10 സീറ്റോ നേടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ UDFന്റെ വോട്ടുകളിൽ പലതും ചോർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഇത്തരത്തിൽ വരുമ്പോൾ. അത് സൂക്ഷിക്കേണ്ടതാണ്. അവർ BJP വളരുമ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ അത് വ്യക്തമാകുന്നുണ്ട്. ഓരോ തവണയും UDFന്റെ വോട്ടിൽ വലിയ കുറവ് വരുന്നുണ്ട്. ലോക്കൽ ബോഡിയിൽ അവസാനവും നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. പിന്നെ BJPക്ക്
വെറും 19,000-നും അതിന് താഴെയും ഒക്കെ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് അവര് 22,000 സാർ അത് നമ്മൾ ഈ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും കാണുന്ന ഒരു പ്രതിഭാസമാണ് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഒരു പഴയ ട്രാവൻകൂർ മേഖലയിൽ ഏതാണ്ട് നമ്മുടെ ഒരു ചങ്ങനാശ്ശേരിക്ക് ഇപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ആ തിരുവനന്തപുരം വരെ വരുന്ന മേഖലകളിൽ ഈ ഒരു പ്രതിഭാസം കാണാം. പലയിടത്തും UDF-ന്റെ വോട്ടുകളിൽ നല്ലൊരു ഭാഗം ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഒരു കടുത്ത മത്സരമാണ് നടക്കുന്നതായിരിക്കട്ടെ. ഇപ്പോൾ ശബരിമല ഇഷ്യൂ, ഇപ്പോൾ അടൂർ പ്രകാശിൽ നിന്ന് ചോദിച്ചാൽ വിളിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി UDF-നെ ബാധിക്കുമെങ്കിൽ ഇത്തരം വോട്ടുകൾ കൂടി ഒഴുകിപ്പോകുന്ന ഒരു ഈ അടൂർ പ്രകാശനെ SIT പ്രതിയാക്കുമെങ്കിൽ അത് UDF-നെ വളരെ അധികം ബാധിക്കും. ഈ മണ്ഡലങ്ങളെല്ലാം അത് ബാധിക്കും. കേരളം മുഴുവൻ ബാധിക്കും. കാരണം ഇപ്പോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തിനേക്കാൾ കൂടുതൽ മികച്ചു നിന്നത് UDF-നെ ഈ സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞ ആ മുദ്രാവാക്യമാണ്. അത് അവർക്ക് ഒരുപാട് മൈലേജ്. ഇതിന് LDF CPM-കാർ തിരിച്ചുപയോഗിക്കും. സോണിയാഗാന്ധിയിലേക്ക് വരെ കൊണ്ടെത്തിക്കാനുള്ള ഒരു ലൈനിലേക്ക് അടൂർ പ്രകാശിനെ കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, നിങ്ങൾ കണക്കെടുത്ത് നോക്കൂ, ഒരു ഉന്നതനാണ്. 2004 ആരെയാ ഉദ്ദേശിച്ചത്? ഹൈക്കമാൻഡ് KC വേണുഗോപാൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്നു. അതിനെ ഉദ്ദേശിച്ചാണ് അന്ന് അദ്ദേഹമാണ് പോറ്റി അവിടെ കയറ്റിയതെന്ന് പറയുകയുണ്ടായി. പക്ഷെ അന്ന് അദ്ദേഹം അതിന് നിഷേധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഇത്രയും അധികം ഇക്കാര്യത്തിൽ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ. അല്ല, ഇതിന് കൂടുതലുണ്ടാവും. കാരണം വെച്ചാൽ ആ ഒരു സ്ലൈറ്റ് ഒരു ഷിഫ്റ്റ് ഒരു വർഷം നടന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കുള്ള ശ്രമം ഇല്ലാതെ പോകുന്നത് പിണറായി പോലെ ഒരാൾ നിന്നും ഒരിക്കലും നമ്മൾ ഉറപ്പേ ഉണ്ടാവും. അപ്പൊ അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെ UDF അല്പം കൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മണ്ഡലമാണിത്. അവർക്ക് ഈ SIT കയറി ഒരു വലിയ ഒരു പ്രതീകമായിട്ട് തന്നെ അടൂർ പ്രകാശിനെ കൊണ്ടുവരികയാണെങ്കിൽ അത് അവർക്ക് ക്ഷീണം വരും. അത് അടൂർ പ്രകാശിലേക്ക് മാത്രമല്ല, ചിലപ്പോൾ ആന്റോ ആന്റണിയിലേക്കോ അല്ലെങ്കിൽ മറ്റു പലരിലേക്കുമോ ഈ പറഞ്ഞ 2004 നേരിട്ടൊന്നും ബന്ധപ്പെട്ടില്ലെങ്കിലും ചുമ്മാതെ KC വേണുഗോപാലിലേക്കും ഒക്കെ കൊണ്ടുവന്ന് അത് സോണിയാഗാന്ധി വരെ എത്തിക്കാനുള്ള ഒരു ശ്രമം അവിടെ LDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. ഇതിനൊക്കെ ആൻസർ പറയാനായിട്ട് അവർ സമയം മെനക്കെടുത്തുമ്പോൾ ഭരണവിരുദ്ധ വികാരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ അവർക്ക് അവസരം കഴിയാതെ വരും. അതാണ് LDF-ന്റെ ഒരു ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നു. സാർ, ഇത് നമുക്ക് ലോക്സഭാ കണക്കുകൂടി നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചടയമംഗലത്ത് ലഭിച്ച വോട്ടുകൾ വിവിധ മുന്നണികൾക്ക് UDF 48.5% ലഭിച്ചത്. 70,387 വോട്ടുകൾ ലഭിച്ചു. LDF-ന് 38.7 ലഭിച്ചത്. NDA-ക്ക് 10.9. അത് LDF-ന് 56,155 വോട്ടുകൾ, NDA-ക്ക് 15,820 വോട്ടുകൾ. വലിയ വ്യത്യാസമുണ്ട് തമ്മിൽ. ഇനി 24ലേക്ക് എത്തുമ്പോൾ UDF-ന് 46%. അത് 48-ൽ നിന്നും 48-ൽ നിന്നും 46%-മായി UDF അവിടെയും താഴുകയാണ് ചെയ്തത്. LDF 38-ൽ നിന്നും 35-ലേക്ക് പോയി. അതായത് 64,178 വോട്ട് UDF-ന് ലഭിച്ചപ്പോൾ 49,559 വോട്ടുകളാണ് LDF ലഭിച്ചത്. ഇവിടെ രണ്ടിടത്തും കുറഞ്ഞെങ്കിൽ അത് ചെന്ന് വീണത് NDA-യുടെ പോക്കറ്റിലാണ്. 23,064 വോട്ടുകൾ അവിടെ കിട്ടി. നേരത്തെ NDA-ക്ക് 10.9 ഉണ്ടായിരുന്നത് ഇവിടെ 16.5 വർദ്ധിച്ചു. അവിടെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുമാതിരി ഒരു ലേശം ഒരു കയറ്റം അവർ ശ്രദ്ധിച്ചു വരുന്നു ചടയമംഗലം എന്നതിൻ്റെ ഒരു കണക്കുകളാണ് ഈ കാണിക്കുന്നത്. ഇതാണ് ലോക്സഭാ മണ്ഡലത്തിൽ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ചടയമംഗലം ഒരു നല്ല ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമായി ഉറപ്പായും നേരിട്ടുള്ള മത്സരം CPI-യുടെ വലിയ നിലനിൽപ്പിന്റെ കൂടി പോരാട്ടമായിരിക്കും തീർച്ചയായിട്ടും. അതിൽ ഇവർ പിടിക്കുന്ന വോട്ടും നിർണായകമായിരിക്കും. BJP പിടിക്കുന്ന വോട്ടും നിർണായകമാണ്. ഇതാണ് ചടയമംഗലത്തിന്റെ കണക്കുകൾ. വളരെ വിശദമായി തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ നിർത്തി കഴിഞ്ഞു. ഇനി പ്രവചിക്കാനുള്ള അവസരം ഞങ്ങളുടെ പ്രേക്ഷകർക്കാണ്. അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കമന്റ് ബോക്സിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ലിങ്കിൽ പ്രവേശിച്ച് എത്രയും വേഗം 2026 തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കാണ് വിജയ സാധ്യതയെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. എത്രയും വേഗമാകട്ടെ. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.